SLE പോലുള്ള പ്രശ്നങ്ങളിൽ ഈവൻ അബോർഷൻ വരെ വളരെ കോമൺ ആയി ഉണ്ടാവും. കുട്ടികളുണ്ടാവാതിരിക്കുന്ന പ്രശ്നങ്ങളും ആമവാദമുള്ളവർ. പെയിൻ കില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെഡിസിൻ ഇല്ല, ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്ന മെഡിസിൻസ് ആണ്. അതിൽ ഇതിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ കഴിക്കാവുന്ന മെഡിസിൻസ് ഒരുപാടുണ്ട്. ഞാൻ ഏകദേശം ഒരു 430ഓളം മുട്ട് മാറ്റി വെച്ചാൽ ഒരു 200 പേരോളം ആൾക്കാരും ഈ യൂറിക് ആസിഡ് കാരണമാണ് പലർക്കും മാറ്റിവെക്കേണ്ടതാണ്. എസ്പെഷ്യലി 40 വയസ്സിലുള്ള മുട്ട് മാറ്റിവെക്കുക. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് മുട്ടുവേദന. നടന്നാൽ മുട്ടുവേദന, നിന്നാൽ മുട്ടുവേദന, സ്റ്റെപ്പ് കയറിയാൽ മുട്ടുവേദന, അങ്ങനെ എപ്പോഴെപ്പോഴും മുട്ടുവേദനയുള്ളവർ. ഈ മുട്ടുവേദന ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഭയക്കേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് മുട്ടുവേദനയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ? ഈ നീ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നതാണോ ഇതിന്റെ അന്തിമമായ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അതിന്റെ ചികിത്സ? അങ്ങനെ കുറേ സംശയങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ സംശയങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഉത്തരങ്ങൾ തരാനും എൻ്റെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ അനൂപ് RC ആണ്. വെൽക്കം സർ. താങ്ക് യു സർ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഇപ്പം നമുക്കൊരു ചെറിയ സിംറ്റംസ് കണ്ടാൽ തന്നെ നമ്മളിപ്പോൾ പലയിടത്തും സെർച്ച് ചെയ്യും, എൻ്റെ സിംറ്റംസ് ഇങ്ങനെയാണ് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു മുട്ടുവേദന വന്നാൽ പോലും നമ്മൾ ആദ്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസറിൽ വരെയൊക്കെ ആയിരിക്കും നിൽക്കുക. അതെ അതെ. അപ്പം നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ മുട്ടുവേദനകളെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. ഏതൊക്കെ ടൈപ്പ് മുട്ടുവേദനകളാണുള്ളത്, അല്ലെങ്കിൽ എന്തിനെയൊക്കെയാണ് നമ്മൾ ഭയക്കേണ്ടത്? മുട്ടുവേദന നമ്മൾ ഭയക്കേണ്ട ഒരു സാധനമില്ല. നമ്മുടെ കാറ് ഓടുന്ന പോലാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ടയറിന് തേയ്മാനം വരുന്ന പോലാണ് നമ്മുടെ മുട്ടിന് തേയ്മാനം വരുന്നത്. പല പല കാരണങ്ങളുണ്ട്. മെയിനായിട്ട് ഇതിനെ 5 രീതിയിലാണ് സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് 4 രീതിയിൽ. അപ്പോൾ ഓരോ സ്റ്റേജസ് അനുസരിച്ചിട്ടാണ് ഓരോ സിംറ്റംസ്. അപ്പോൾ നമുക്ക് കാണുന്ന പല സിംറ്റംസും ഓരോ സ്റ്റേജുകളിലേ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജ് വൈസ് പറഞ്ഞു പോകാം. 5 സ്റ്റേജുകളാണുള്ളത്. ആദ്യത്തെ 1-2 സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയാം. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ വീട്ടിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഭാര്യമാർക്കും കുറച്ചു നേരം ജോലി ചെയ്ത് കഴിയുമ്പോൾ വേദന, വന്നിരുന്ന് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കുക. സ്റ്റെപ്പ് കയറുമ്പോൾ ബുദ്ധിമുട്ടില്ല, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം സമയം ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എഴുന്നേക്കാനുള്ള വേദന. ഇതൊക്കെയാണ് ആദ്യത്തെ 1-2 സ്റ്റേജുകൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. സ്റ്റേജ് 3-4ലേക്ക് എത്തുമ്പോൾ ഒരു 100 മീറ്റർ നടക്കുമ്പോൾ തന്നെ വേദന. സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് കുളിക്കുമ്പോഴും സ്വന്തം ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ADL എന്ന് പറയും, ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേദന. അതാണ് 3-4 സ്റ്റേജ്. 5ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പോലെ വളഞ്ഞു വേണം. അങ്ങനെ 5 സ്റ്റേജിലാണ് മുട്ട് തേയ്മാനം വരുന്നത്. അപ്പോൾ ചെറുതായിട്ട് വരുന്ന മുട്ടുവേദനകൾ പലപ്പോഴും ആദ്യത്തെ 1-2 സ്റ്റേജുകളിലായിരിക്കും. ആ സ്റ്റേജിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ എക്സ്റേ മാത്രം മതിയാവും. 2-3 സ്റ്റേജുകളിൽ ചിലപ്പോൾ നമുക്ക് എക്സ്റേയോ മറ്റു കൂടുതൽ പരിശോധനകളോ വേണ്ടി വരും. 4ാമത്തെ 5ാമത്തെ സ്റ്റേജുകളിൽ നമുക്ക് കൂടുതൽ പരിശോധനകൾ എന്നെക്കാട്ടി കൂടുതൽ ചികിത്സകൾ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ സ്റ്റേജുകൾ 5 ടൈപ്പ് ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റിനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റുകളെ നമുക്ക് ABCD, ഞാൻ ഈ പറയുന്നതൊക്കെ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ആണ്. ഞാൻ ഐ ഡൺ ഫെലോഷിപ്പ് ഇൻ US ആൻഡ് UK. സോ ഇതൊരു ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ആണ്. ഇതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും UKയിലാണെങ്കിലും ഇതേ പ്രോട്ടോകോൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെന്റ് നമുക്ക് ABCD എന്ന് തരംതിരിക്കാം. അപ്പോൾ ട്രീറ്റ്മെന്റ് A എന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സ്, ആന്റി ഇൻഫ്ലമേറ്ററീസ്. പെയിൻ കില്ലേഴ്സ് എന്നൊരു മരുന്നില്ല, ആന്റി ഇൻഫ്ലമേറ്ററീസ്. പിന്നെ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ്, ഡയാസറിൻ, ഗ്ലൂക്കോസമൈൻ, MSM പോലുള്ള സപ്ലിമെന്റ്സ്. 2ാമത്തെ ഈ എയിൽ വരുന്ന 1, 2, 3 ട്രീറ്റ്മെന്റുകളാണ്. B എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്, അതായത് ഒബീസ് ആയ ആൾക്കാർക്ക്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ട്രക്കിന്റെ തീരുമാനമായിരിക്കില്ല ഒരു ടയറിന്റെ തീരുമാനം. അതേപോലെ തന്നെ നമ്മൾക്ക് വെയിറ്റ് കൂടുന്തോറും നമ്മൾ മുട്ടിന്റെ തീരുമാനവും അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. പിന്നെ ഉള്ളത് ഫിസിയോതെറാപ്പി. കാരണം മുട്ടിന് ചുറ്റുമുള്ള മസിൽസ് നമുക്ക് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോഴത്തെ ടെക്കീസ്, യങ് ജനറേഷൻ ആൾക്കാർ എക്സസൈസ് വളരെ കുറവും, റീൽസ് കാണൽ കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കാരണം മസിൽസ് വീക്ക് ആവുകയും തീരുമാനം വളരെ ഫാസ്റ്റായി വരികയും ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ട്രീറ്റ്മെന്റ് AB, അതായത് സ്റ്റേജ് 1-2 AB ട്രീറ്റ്മെന്റിൽ ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് C എന്ന് പറയുന്നത് സ്റ്റേജ് 3 മുതൽ 4 വരെ ചെയ്യുന്നതാണ്. അപ്പോൾ 3ഉം 4ഉം സംഭവിക്കുന്നത് വെച്ചാൽ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തേയ്മാനമാണ്. അപ്പോൾ മുട്ടിനും പ്രധാനമായിട്ടും മുട്ട് ഒരു ജോയിന്റ് അല്ല, മുട്ട് പ്രധാനമായും 4 ജോയിന്റ് ആണ്. അപ്പോൾ മുട്ടില് ഇത് സാധാരണ ഒരു മുട്ടാണ്. സാധാരണ ഒരു മുട്ടിന് 3 കമ്പാർട്ട്മെന്റ് ഉള്ളത്. ഇത് ഒന്ന് മീഡിയൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയും. ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ലാറ്ററൽ കമ്പാർട്ട്മെന്റ്, ഇത് പെറ്റൽ ഫെമറൽ കമ്പാർട്ട്മെന്റ്. അങ്ങനെ 3 കമ്പാർട്ട്മെന്റ് ചേർന്നതാണ് ഒരു ജോയിന്റ്. അപ്പൊ ഈ 3 ജോയിന്റുകളെ അഫക്ട് ചെയ്യുന്നതാണ് മുട്ട് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പൊ 3ാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു 3ാമത്തെ സ്റ്റേജ് ആയ മുട്ടിന്റെ മോഡലാണ്. ഈ നോർമൽ മുട്ടിൽ കാണുന്ന
ഈ തരുണാസ്ഥി, അതായത് നീല കളറിൽ കാണുന്ന തരുണാസ്ഥി, ഇതാണ് നമ്മൾ നടക്കുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലാതിരിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ കാർട്ടിലേജിന് അഥവാ തരുണാസ്ഥിക്ക് തേയ്മാനം സംഭവിക്കുന്നതാണ് നമുക്ക് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേജ് 3 സംഭവിക്കുന്നതാണ് ഇതുപോലെ ഈ റെഡ് കളറിൽ കാണുന്ന ഈ നീല കളർ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് തേയ്മാനം സംഭവിക്കുന്നത്. തേഞ്ഞ് തീർന്നു പോകും. ടയറിന്റെ തേയ്മാനം പോലെ തന്നെ നമുക്ക് ഈ നീല സാധനം തേഞ്ഞ് തീർന്നു പോകുന്നത്. അങ്ങനെ 3, 4, 5 സ്റ്റേജുകളിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് വരാം ഒന്നുകൂടി. അപ്പൊ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു ABCD. അപ്പൊ എയും ബിയും നമ്മൾ പറഞ്ഞു. എയില് ആന്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്, സപ്ലിമെന്ററി മെഡിക്കേഷൻസ്. ബിയില് നമ്മൾ പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, എക്സസൈസ്, ഫിസിയോതെറാപ്പി. സിയില് നമ്മൾ പറയുന്നത് പല ടൈപ്പ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ, പിന്നെ രണ്ടാമത്തെ ഹൈലഡ്രോണിക് ആസിഡ് ഇഞ്ചെക്ഷൻ, പിന്നെ PRP ഇഞ്ചെക്ഷൻ. അങ്ങനെ പല ഇഞ്ചക്ഷനുകളാണ് മൂന്നാമത്തെ. നാലാമത്താണ് ഡിയിലുള്ളതാണ് ഓർത്തോബയോളജിക്സ് അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ. അതിന്റെ കൂടുതലാണ് റോബോട്ടിക്സ്. ഇതാണ് ഡി ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ട്രീറ്റ്മെന്റ്. അപ്പോൾ ആദ്യം നമുക്ക് ശേഷമാണോ ഡോക്ടർ ഈ ട്രാൻസ്പ്ലാന്റേഷൻ വരുന്നത്? റോബോട്ടിക്സ് ട്രാൻസ്പ്ലാന്റിൽ വരുന്നതാണ്. നമുക്ക് അതിലേക്ക് വരാം. സ്റ്റേജ് 4, 5 1, 2, 3 നമ്മൾ പറഞ്ഞു. ABC കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷെ 4, 5 സ്റ്റേജുകളിൽ ആൾക്കാരുടെ തേയ്മാനം വന്നതിന് ശേഷം കാലുകൾ പതുക്കെ വളഞ്ഞു തുടങ്ങുകയും വേദന കണ്ടിന്യൂസ് ആയി നിൽക്കുകയും ചെയ്യും. ഇപ്പൊ സ്റ്റേജ് 1, 2, 3 വേദന വന്നു പോയി നിൽക്കുന്ന വേദനയായിരിക്കും. ഒരു 2 ആഴ്ച വേദന വരും, പിന്നെ കുറവായിരിക്കും, പിന്നെ അപ്പുറത്തെ കാല് വേദന വരും, പിന്നെ വീണ്ടും ഈ കാല് വേദന വരും. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് കൈൻഡ് ഓഫ് പെയിൻ ആയി. ഈ 4th സ്റ്റേജിലേക്കോ 5th സ്റ്റേജിലേക്കോ കടക്കുമ്പോൾ വേദന കണ്ടിന്യൂസ് ആവും. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അതായത് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാണ്ടാവും. ഇപ്പൊ കുളിക്കുക, നമ്മുടെ സ്വന്തം തുണി അലക്കി ഇടുക, ഒന്ന് പുറത്തു പോയി വരിക, ഒന്ന് അമ്പലത്തിൽ പോവുക, ഒന്ന് പള്ളിയിൽ പോവുക, ഒന്ന് ബസ്സിൽ കയറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും. ആ സ്റ്റേജിലാണ് നമ്മൾ നീ റീപ്ലേസ്മെന്റ്, അതായത് നീ റീപ്ലേസ്മെന്റ് ഒരു കുറച്ച് പഴയ ആദ്യം സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ 4th, 5th സ്റ്റേജുകളിൽ നീ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും അഡ്വാൻസ് സ്റ്റേജ് ആണ് റോബോട്ടിക്സ്. അപ്പൊ ഈ ABCDയില് 2 ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ്. ഒന്ന് ഓർത്തോബയോളജിക്സ്, അതായത് റീജനറേറ്റീവ് മെഡിസിനും, 2 റോബോട്ടിക്സ്. അപ്പോൾ ആദ്യം റോബോട്ടിക്സിനെ പറ്റി പറയാം. റോബോട്ടിക്സ് എന്ന് വെച്ചാൽ റോബോട്ട് ഉപയോഗിച്ച് ഒരു സർജന്റെ സഹായത്തോടെ മുട്ട് മാറ്റി വെക്കുന്നതിനെയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഇത് 4, 5 സ്റ്റേജുകളിലാണ് ഇത് ചെയ്യുന്നത്. അതിൽ കംപ്ലീറ്റ് ആയിട്ട് മുട്ട് തേഞ്ഞിട്ട് മുട്ടിന്റെ ഒട്ടും ഭാഗം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇതൊരു ഫൈനൽ സ്റ്റേജ് ആയ മുട്ടാണ്. ആ നീല കളർ ആദ്യം നമ്മൾ കണ്ടത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് ഇത് കാല് വളയുകയും ചെയ്യും. ഒന്നുകിൽ പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക്. അതിന് വാരസ് ഓർ വാൽഗസ് എന്ന് പറയും. 2 ടൈപ്പ് തേയ്മാനാണ്. വാൽഗസ് എന്ന് വെച്ചാൽ എവേ ഫ്രം ബോഡി, വാരസ് ടുവേർഡ്സ് ബോഡി. അപ്പൊ ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഒരു 5 വർഷം മുന്നേ വരെ ആകെ ഒരു ഒറ്റ ട്രീറ്റ്മെന്റ് ഉള്ളായിരുന്നു, നീ റീപ്ലേസ്മെന്റ്. അത് മനുഷ്യൻ തന്നെ ഈ മുട്ടിനെ മാറ്റി പകരം ഒരു അലോയ് ഫിറ്റ് ചെയ്യുന്നതിനാണ് റീപ്ലേസ്മെന്റ്. ഡോക്ടർ, ഒരു സംശയം, ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നാണല്ലോ ഇനി പറയുന്നത്. ഇതെങ്ങനെയാണ് ഈ മുട്ട് മാറ്റിവെക്കൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും മുട്ട് മൊത്തത്തോടെ മാറ്റിവെക്കുകയാണ്. എന്താണ് അതിന്റെ ഒരു? മുട്ട് മാറ്റിവെക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലേ. ആദ്യം നമ്മൾ ഈ നീല ഭാഗം കാണിച്ചില്ലേ, ഈ തേഞ്ഞ ഈ നീല ഭാഗത്തിന് മാത്രമാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇതിന് ഈ ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു അലോയ് ചേർക്കുന്നു, താഴെ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു അലോയ് ചേർക്കുന്നു, അതുമേ ഒരു പോളിത്തീൻ വെക്കുന്നു. അതിൽ ഈ വിയർ ആൻഡ് ടയർ പിന്നെ അതിലാണ് നടക്കുക. അപ്പൊ ഇത് എത്ര കാലാവധി നമുക്ക് എങ്ങനെ ഒരു ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല രീതിയിലുള്ള മുട്ടുണ്ട്. ഇന്ത്യൻ മുട്ടുണ്ട്, ബീക്കൽ പപ്പാസ് എന്ന് പറഞ്ഞാൽ അതിന് 7 വർഷം, 5 മുതൽ 7 വർഷം വരെയാണ് കാലാവധി. റിവിഷൻ ചെയ്യേണ്ടത്. ഇതിലിടുന്നൊരു പോളിത്തീൻ ഉണ്ട്, ആ പോളിത്തീൻ മാറ്റേണ്ടി വരും. ഇപ്പൊ പുതിയ ജനറേഷൻ, ഇപ്പൊ ഞാൻ UK-ലാണ് നീ റീപ്ലേസ്മെന്റ് പഠിച്ചതും അതിൽ MCH എടുത്തും പുറത്താണ്. അവിടെയാണ് ഫസ്റ്റ് നീ റീപ്ലേസ്മെന്റ് ചെയ്തത്. അവിടെ ചെയ്യുന്നത് ഡെപ്യൂ ആൻഡ് സിന്തസ് സ്ട്രൈക്കർ എന്നൊക്കെ പറഞ്ഞ കമ്പനിയാണ്. അതിന് 15 മുതൽ 20 വർഷം വരെ കിട്ടും. ഇപ്പൊ പുതിയ മാക്സ് എന്നൊക്കെ പറഞ്ഞ കമ്പനി ഇറങ്ങിയിട്ടുണ്ട്, അറൌണ്ട് ഒരു 10 വർഷമൊക്കെ കിട്ടുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ലേറ്റായി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് നീ റീപ്ലേസ്മെന്റ്. ആദ്യമേ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തുള്ള അവസ്ഥയിൽ അതിന് മുന്നേ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ ABCD 4 ടൈപ്പ് ട്രീറ്റ്മെന്റ് പറഞ്ഞത്. ഡിയിൽ ഒന്നാമത്തെയാണ് റീജനറേറ്റീവ് മെഡിസിൻ അഥവാ ഓർത്തോബയോളജിക്സ്. അതാണ് ഇപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഈ റോബോട്ടിക്സും മാഡത്തിന്റെ റീപ്ലേസ്മെന്റും നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ആളുകൾക്ക് കൂടുതലും പേടിയാണ് സർജറി. പിന്നെ നമ്മുടെ ആദ്യം സംശയം അതാണ്, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കുറെ സംശയങ്ങളുണ്ട് അവർക്ക്. ഇത് വേദനയാണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരുപാട് സംശയം. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു മോശം ശസ്ത്രക്രിയ അല്ല, പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്
കോസ്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ സാധാരണ ഒരു മുട്ടിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്കുന്ന മുട്ടിൽ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓണത്തിന് ചമ്രം പിടിഞ്ഞ് ചെയ്യുന്ന സദ്യ കഴിക്കില്ലേ, ഇപ്പൊ മുട്ട് മാറ്റി വെക്കുന്ന ഒരാൾക്ക് അത് പറ്റില്ല. ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഒബ്വിയസ്ലി ഭയങ്കര വേദനയുള്ള ഒരാൾക്ക് നീ റീപ്ലേസ്മെന്റ് ഒരു അത്യാവശ്യ സാധനമാണ്. കാരണം അവസാനത്തെ ഘട്ടത്തിൽ ബേസിക്കലി ഞാനൊരു ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനാണ്. അറൌണ്ട് 430ഓളം മുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. രോഗികൾ ഹാപ്പിയാണ്. പക്ഷെ ഇന്ന് ഞാൻ കൂടുതൽ പറയാൻ ശ്രദ്ധിക്കുന്നത് അതിലും ബെറ്ററായ കൂടുതൽ ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളതും അത് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ട്രീറ്റ്മെന്റിനെ പറ്റി കുറച്ചുകൂടി കൂടുതൽ സംസാരിക്കാൻ വിചാരിക്കുക. അപ്പൊ അതാണ് റീജനറേറ്റീവ് മെഡിസിൻ. അതായത് നമ്മുടെ ശരീരത്തിനൊരു റീജനറേറ്റീവ് കഴിവുണ്ട്. എന്ത് നശിച്ചാലും അത് തിരികെ വരാൻ. അപ്പോൾ അത് നമ്മൾ 15-20 വയസ്സ് വരെയുള്ള കുട്ടികളെ ശ്രദ്ധിച്ചറിയാം. കുട്ടിക്കാലം ആയിരിക്കുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ വളരെ നല്ലതായിരിക്കും. ഹെയർ ഫോൾ ഉണ്ടാവില്ല, കാണാനുള്ള ഭംഗി കൂടും, നമ്മുടെ സ്കിന്നിന്റെ ടെൻഷൻ നല്ലതായിരിക്കും, ടോൺ നല്ലതായിരിക്കും, നമുക്ക് ഡാമേജുകൾ വന്നാൽ പെട്ടെന്ന് ഹീൽ ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മുടെ റീജനറേറ്റീവ് കപ്പാസിറ്റി വെച്ചിട്ടാണ്. പക്ഷെ ആ ഏജ് പ്രോഗ്രസ് നമ്മൾ പ്രായമാകുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് മാത്രം ഈ റീജനറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അത് രക്തത്തിലാണ് ഇതുള്ളത്. ഫോർ സപ്പോസ് നമ്മുടെ കയ്യിലൊരു മുറിവുണ്ട്, ആ മുറിവ് എങ്ങനെ കരിയണേ, അതിൽ നിന്ന് ബ്ലഡ് യൂസ് ചെയ്ത് വരുന്നു. ആ ബ്ലഡിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്, TGF, ബീറ്റ, ആൽഫ എന്നൊക്കെ പറയുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ്, അത് വന്നിട്ട് അതാണ് ഹീലാക്കുന്നത്. ബ്ലഡ് ക്ലോട്ട് ആവുന്നത് മേഡം പറഞ്ഞത് ശരിയാണ്. ആ ക്ലോട്ട് ആവുന്ന ബ്ലഡിലെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ആ ഹീലിംഗ് ഉണ്ടാക്കുന്നത്. അവിടെ പുതിയ സ്കിന്നും മാംസവും എല്ലാം വളർത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ജോൺ ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റി USA, ഞാൻ അവിടെയാണ് എൻ്റെ ഫെലോഷിപ്പ് ചെയ്തത്. അവിടെ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഈ റീജനറേറ്റീവ് മെഡിസിനെ പറ്റിയിട്ടാണ്. എങ്ങനെ റീജനറേറ്റ് ചെയ്യാം, അതായത് ഡാമേജ് ആയ സാധനത്തെ മാറ്റി വെക്കുന്നതിന് പകരം എങ്ങനെ റീജനറേറ്റ് ചെയ്യാം. അപ്പൊ അതിനെ നമുക്ക് 3 തരത്തിൽ, ഓർത്തോബയോളജിക്സ് എന്നൊരു ഗ്രൂപ്പാണെങ്കിൽ അതിനെ 3 തരത്തിൽ തിരിക്കാം. ഒന്നാമത്തെയാണ് PRP ട്രീറ്റ്മെന്റ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും. അതായത് രോഗിയുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പൊ ഈ സെൻട്രിഫ്യൂജ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഇപ്പൊ ഞാൻ ആരെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, പലപ്പോഴും ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് ഈ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന ടെക്നിക്കിലും ഇത് യൂസ് ചെയ്യുന്ന കിറ്റിലുമാണ്. പലപ്പോഴും ടെസ്റ്റ് ട്യൂബില് സെൻട്രിഫ്യൂജ് ചെയ്ത് കണ്ടിട്ടുണ്ട്. കാരണം ഈ PRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെയറായിട്ടാണ് ഫോം ചെയ്യുക. അതിൽ നടുക്കത്തെ ലെയറാണ് PRP. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ടൊരിക്കലും PRP ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന, ഞാനെന്നല്ല പല സീനിയർ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് US ഇമ്പോർട്ട് ചെയ്യുന്ന ട്രൈസെൽ എന്ന് പറഞ്ഞ PRP കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ നിന്ന് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ 3 സ്റ്റേജായി ഒരു പെർട്ടിക്കുലർ ചേമ്പറിൽ, ഇത് 3 ചേമ്പറാണ്. നമ്മൾ ഇതിനകത്ത് കൈയിടണ്ട. ഈ ടെസ്റ്റ് ട്യൂബ് ഇട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ആദ്യത്തെ പ്ലാസ്മ വലിച്ചെടുത്തിട്ട് പിന്നത്തെ ഒരു ഐബോളിലാണ് പലപ്പോഴും PRP ആയിട്ട് മാറ്റിയിടുകയാണ്. ഇപ്പൊ നമ്മൾ US FDA അപ്രൂവ്ഡ് കിറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട്, ഞാൻ ഇതേവരെ യൂസ് ചെയ്തതല്ല US FDA അപ്രൂവ്ഡ് കിറ്റാണ്. കിറ്റിന്റെ സാമ്പിൾ കൊണ്ടാണ് ഞാൻ മറന്നു. അപ്പൊ അതാണെങ്കിൽ നമ്മൾ നോ ടച്ച് ടെക്നിക്കാണ്. നമ്മൾ ബ്ലഡ് ഇട്ട് കഴിഞ്ഞാൽ 2 സ്റ്റേജ് ആയിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മുകളിലത്തെ ഭാഗത്ത് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് മാത്രം വരും. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിൽ അടങ്ങിയിരിക്കുന്നത് TGF, ബീറ്റ, TGS, ആൽഫ, ട്യൂമർ നെക്രോസിസ് ഫാക്ടേഴ്സ്, കുറെ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്, ഇന്റർലൂക്കിങ്സ്. അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് റീജനറേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ സാധനം നമ്മൾ ഡയറക്ട്ലി മുട്ടിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. രോഗിയെ എക്സസൈസ് ചെയ്യാൻ വിടും. അതായത് OPയിൽ വന്ന് ബ്ലഡ് എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്യാൻ 30 മിനിറ്റ്സ്, ഇഞ്ചക്ഷൻ എടുക്കാൻ 10 മിനിറ്റ്, 45 മിനിറ്റ്സ് കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് പോകാവുന്ന ഒരു ചികിത്സയാണ് PRP എന്ന് പറയുന്നത്. അതിപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ PRP ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ, ഇത് എത്ര തവണ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരും? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ US ഗൈഡ് ലൈൻസ് പ്രകാരം മാസം 1 എണ്ണം വെച്ച് 3 എണ്ണം എടുക്കണം എന്നാണ്. പക്ഷെ ഇന്ത്യൻ പോപ്പുലേഷനിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് സിംഗിൾ ഇഞ്ചക്ഷൻ തന്നെ വേദന 90% കുറയുന്നതാണ്. ഏറ്റവും റീസെന്റ് സ്റ്റഡീസ് പറയുന്നത് ഫസ്റ്റ് ഇഞ്ചക്ഷനിൽ റിവ്യൂവിന് വരുന്ന സമയത്ത് നമ്മൾ പെയിന്റെ സ്കോർ ഓർക്കും, വാസ് സ്കോർ എന്ന് പറയും, WAS സ്കോറിംഗ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വരാതിരിക്കട്ടെ, മാഡത്തിനാണ് ഇത് വന്നതെന്ന് വിചാരിക്കാം. മാഡത്തിന് ഞാൻ PRP ഇഞ്ചക്ഷൻ എടുത്തു. ആ മാഡത്തിന് റിവ്യൂവിന് വരുന്ന സമയത്തിന് ഞാൻ മാഡത്തോട് ചോദിക്കുകയാണ്, 10 മാഡത്തിന് ഇപ്പം എത്രയാണ് പെയിൻ? മാഡം പറയുകയാണ് എനിക്ക് 5 ആണെന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ 5ൽ കൂടുതലാണെന്ന് മാഡം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇഞ്ചക്ഷനോ തേർഡ് ഇഞ്ചക്ഷനോ, മാക്സിമം സെക്കൻഡ് ഇഞ്ചക്ഷൻ വരെ ഒരു 12 വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ രണ്ടാമതൊരു ഇഞ്ചക്ഷൻ വരെ വേണ്ടി വന്നിട്ടുള്ളൂ. മിക്കവാറും എല്ലാവർക്കും ഫസ്റ്റ് ഇതിൽ തന്നെ ശരിയാവാറുണ്ട്. അതായത് ഈ തേഞ്ഞു പോയ ഈ ഭാഗത്ത് ഇത് നമ്മുടെ ശരീരം തന്നെ റീജനറേറ്റ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെയിൻ ഇല്ല,
സൈഡ് എഫക്ട്സ് ഇല്ല, വേറെ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്യില്ല. ഈ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് വേദന സംഹാരികൾ കഴിക്കാൻ കഴിയത്തില്ല. കാരണം വേദന സംഹാരികൾ എപ്പോഴും ഇതിനെതിരെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് മാത്രമാണ് കഴിക്കുന്നത്. അപ്പൊ നേച്ചർ എങ്ങനെയാണോ ഹീൽ ചെയ്യുന്നത് അങ്ങനെയാണ് റീജനറേറ്റീവ് മെഡിസിനിലൂടെ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ പെയിൻ കില്ലേഴ്സ് കഴിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചത്, ഇപ്പൊ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് പെയിൻ കില്ലർ കഴിക്കേണ്ടി വന്നാൽ അപ്പൊ അത് ഇതിനെ അഫക്ട് ചെയ്യും? അല്ല, അതിന് നമുക്ക് സെപ്പറേറ്റ് ഇതിനെ അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള പെയിൻ കില്ലർ അവൈലബിൾ ആണ്. ഞാനപ്പോൾ എന്റെ രോഗികളോട് പറയുന്ന അവർ എന്ത് മെഡിസിൻ കഴിക്കുമ്പോഴും എന്നോട് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇതിന് കഴിക്കാൻ പാടുള്ള ചില പെയിൻ കില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെഡിസിൻ ഇല്ല, ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്ന മെഡിസിൻസ് ആണ്. അതിൽ ഇതിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ കഴിക്കാവുന്ന മെഡിസിൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡെന്റിസ്റ്റ് ഇതിനിടയ്ക്ക് ഞാൻ ചെയ്തൊരു പേഷ്യന്റിന് പല്ല് വേദനയായിട്ട് പെയിനിന് മെഡിസിൻ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് ഇതിന് പറ്റുന്ന രീതിയിലുള്ള മരുന്നാണ് നമ്മൾ കൊടുത്തത്. അപ്പം അത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിലൂടെ ഈ തേഞ്ഞ ഭാഗത്തുണ്ടാകുന്ന കാർട്ടിലേജ് പോയ ഭാഗത്ത് വീണ്ടും ശരീരം റീജനറേറ്റ് ചെയ്യും. അതിനൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയും എക്സസൈസോടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് മുട്ട് പഴയ രീതിയിലേക്ക് എത്തും. 100% എത്തിയില്ലെങ്കിലും ഒരു 80% എത്തുകയും ചെയ്യും. ഈ നീ റീപ്ലേസ്മെന്റ് എന്നുള്ള പ്രൊസീജിയർ നമുക്ക് കൂടുതൽ തള്ളി നീക്കാൻ പറ്റും. കാരണം 50 വയസ്സിൽ നീ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇന്നത്തെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ 80-90 വയസ്സാണ്. 50 വയസ്സിൽ മുട്ടുമാറ്റി വെക്കുന്ന ഒരാൾക്ക് 10-15 വർഷത്തിനകത്ത് വീണ്ടും മുട്ടുമാറ്റി വെക്കൽ പോലെ ഒരു സങ്കീർണ ശസ്ത്രക്രിയ വീണ്ടും വേണ്ടി വന്നേക്കാം. അപ്പൊ റീജനറേറ്റീവ് മെഡിസിന്റെ ഒരു ഗുണം 50 വയസ്സിലെ ഒരു 3ാമത്തെ സ്റ്റേജിൽ എത്തിയ ആളെ നമുക്കൊരു 60 വയസ്സ് വരെ വേദന ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. നീ റീപ്ലേസ്മെന്റ് ഒരു വേണ്ടാത്ത സർജറി ആണെന്നല്ല ഞാൻ പറയുന്നത്, പലപ്പോഴും നമുക്ക് സമയം കൂടുതൽ കിട്ടും. പിന്നെ രോഗി അതിനോടൊന്ന് അഡ്ജസ്റ്റ് ആവാനും അവരുടെ ലൈഫ് സ്റ്റൈൽ, ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആവാൻ റീജനറേറ്റീവ് മെഡിസിൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ PRP പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ 2 ട്രീറ്റ്മെന്റ് ആണ്. ഒന്ന് നമ്മൾ ബോൺ മാരോ എടുത്തിട്ടുള്ള സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ ചെറിയൊരു കഷ്ണം ബോൺ മാരോ എടുത്തതിന് ശേഷം അതിൽ നിന്ന് സ്റ്റെം സെൽസിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ് ഉണ്ടാവുന്നതും കാർട്ടിലേജ് ഉണ്ടാവുന്നതും എല്ലാ സെൽസുകളും ഉണ്ടാകുന്ന സ്റ്റെം സെൽസ് ആണ്. നമ്മൾ അതിന് പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് എന്ന് പറയും. അതായത് എന്ത് സെല്ലായി മാറാനും കഴിവുള്ള നമ്മുടെ ശരീരത്തിലെ സെൽസ് ആണ് സ്റ്റെം സെൽസ്. അത് നമുക്ക് പ്രത്യേകിച്ച് അതിനും അതേപോലെ തന്നെ US FDA കിറ്റ് ഉണ്ട്. ആ കിറ്റ് വഴി അത് അപ്രൂവ്ഡ് കിറ്റാണ്. ആ കിറ്റ് വഴി സെൻട്രിഫ്യൂജ് ചെയ്ത് നമ്മുടെ ബോൺ മാരോയിൽ നമുക്ക് ആ സ്റ്റെം സെൽസിനെ വേർതിരിച്ചെടുത്ത് മുട്ടിനുള്ളിൽ ഇഞ്ചെക്ട് ചെയ്യാം. എസ്പെഷ്യലി ഈ 5ാമത്തെ സ്റ്റേജിലേക്ക് ഏറ്റവും ഗുണകരമായിട്ട് കണ്ടിട്ടുള്ള സ്റ്റെം സെൽ തെറാപ്പി. ചെയ്യാം തീർച്ചയായിട്ടും. കാരണം 5ാമത്തെ സ്റ്റേജിൽ ഏറ്റവും വളരെ റീസെന്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ടി വന്നത് ആ അമ്മയ്ക്ക് കിഡ്നി ഫെയിലൂർ ഉണ്ട്, ഹാർട്ട് ഫെയിലൂർ ഉണ്ട്. അപ്പോൾ സർജറി ഈസ് 100% ഇമ്പോസിബിൾ. കാരണം അമ്മയ്ക്ക് ബൈപ്പാസ് ചെയ്തതാണ്. പിന്നെ കിഡ്നി പ്രവർത്തനം 30% മാത്രമേ ഉള്ളൂ. ആ കണ്ടീഷൻ നമുക്ക് അനസ്തീഷ്യ എടുത്ത് മുട്ട് മാറ്റി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുത്തിക്കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പൊ അതില് നമുക്ക് ആ അമ്മയ്ക്ക് നമ്മൾ ചെയ്തത് ബോൺ മാരോ എടുത്തിട്ട് അതിന് സ്റ്റെം സെൽ എടുത്തിട്ട് സ്റ്റെം സെൽ വെച്ചിട്ട് ചെയ്ത് അമ്മ ഇപ്പൊ സ്വന്തം കാലിൽ തന്നെ നടക്കണം. അപ്പൊ നമുക്ക് എന്നുവെച്ചാൽ ഒരു മുട്ടിനെ നമ്മൾ നോർമൽ ആക്കുകയല്ല ചെയ്യുന്നത്, അതിന്റെ മാക്സിമം റീജനറേറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് അതിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവർക്ക് വേദന നല്ല സബ്സ്റ്റാൻഷ്യലി ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോ 60 വയസ്സുള്ള ഒരു അമ്മേനെ നമുക്ക് അത്ലറ്റിക്സ് കളിക്കാന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അവര് സ്വന്തം കാര്യം, അവരുടെ കുളിക്കുക, അവര് തന്നെ ഭക്ഷണം കഴിക്കുക, ആ ഒരു സ്റ്റേജിലേക്കൊക്കെ നമുക്ക് ഈ 5ാമത്തെ സ്റ്റേജിൽ, ഈവൻ 5ാമത്തെ സ്റ്റേജിലുള്ള ഒരാളെ പോലും റീജനറേറ്റീവ് മെഡിസിൻ അഥവാ ഓർത്തോബയോളജിക്സിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ 2 പറഞ്ഞുള്ളൂ. ഒന്ന് PRP, 2 ബോൺ മാരോ, 3ാമത്താണ് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ടിഷ്യൂസ് ആണ്. ഫാറ്റ് ടിഷ്യൂസിൽ ഇതേപോലെ തന്നെ നമുക്ക് റീജനറേറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള സെൽസ് ഉണ്ട്. അപ്പോൾ അത് ഫാറ്റ് നമുക്ക് പുറത്തെടുത്തിട്ട് റീജനറേറ്റീവ് ആയിട്ടുള്ള സെൽസിനെ സെപ്പറേറ്റ് വേർതിരിച്ചെടുത്ത് മുട്ടിനുള്ളിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ റീജനറേറ്റീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ മാഡത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഭയങ്കര എന്തൂസിയാസ്റ്റിക് തോന്നിയിട്ടുള്ള റീപ്ലേസ്മെന്റിലേക്കാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് റോബോട്ടിക് റീപ്ലേസ്മെന്റ് ആണ്. റോബോട്ടിക്സ് എന്ന് വെച്ചാൽ റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്, സർജൻ തന്നെയാണ് എല്ലാത്തിനും ഇൻവോൾവ് ആവുന്നത്. നമ്മൾ ഇൻസിഷൻ ഇട്ട് മുറിവ് തുറക്കുന്നവരെ സർജനാണ് ചെയ്യുന്നത്. കട്ട്സിന്റെ മെഷർമെന്റ് മാത്രമാണ് ഇതിൽ റോബോട്ടിക് ഹാൻഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. അതിൽ ഏത് ടൈമിൽ വേണമെങ്കിലും സർജൻ ഇന്റർഫിയർ ചെയ്ത് അതിനെ സ്റ്റോപ്പ് ചെയ്ത് ടേക്ക് ഓവർ ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതിന്റെ പ്രിസിഷൻ ടു ബി ഓണസ്റ്റ് എൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സർജൻസിനും, അതായത് എൻ്റെ സാർമാരെക്കാട്ടിലും ഇപ്പം ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെക്കാട്ടിലും റോബോട്ടിക്സിന്റെ പ്രിസിഷൻ ഈസ് വെരി മച്ച് ബെറ്റർ ദാൻ ഒരു ഹ്യൂമൻ പ്രിസിഷൻ. പ്രിസിഷനിൽ കട്ടെടുക്കും, ബട്ട് സ്റ്റിൽ ദ സർജൻ ഈസ് എ പേഴ്സൺ ഹൂ ഡിസൈഡ്സ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്.
ആ കട്ടെടുക്കുന്നതിൽ പ്രിസിഷൻ നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ കാട്ടി കൂടുതൽ കറക്റ്റ് ആ ബോഡി മറ്റേ മുട്ടുമായിട്ട് കമ്പയർ ചെയ്ത് എത്ര രീതിക്കാണോ ആ കട്ട് വന്നു കഴിഞ്ഞാൽ ആ മുട്ട് പഴയ അലൈൻമെന്റിൽ, കാരണം മിക്കവാറും എല്ലാവരും വളഞ്ഞിരിക്കുകയായിരിക്കും, ആ നേരെ വരാൻ എത്ര ഡിഗ്രിയിൽ ആ മുട്ടിന്റെ വളവ് നേരെയാവും എന്നനുസരിച്ചിട്ട് ഒരു കട്ട് ഉണ്ടാവും. കട്ട് ചെയ്തെടുക്കുക. മറ്റേ നമ്മൾ സോ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ റീമോഡൽ ചെയ്ത് അതിലേക്കാണ് നമ്മൾ ഈ കാർട്ടിലേജിന് പകരമുള്ള ഭാഗം ഫിക്സ് ചെയ്യുന്നത്. ഇത് മെഷീൻ റോബോട്ട് വന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രിസിഷൻ വളരെ നല്ലതാണ്. ഡെഫിനറ്റ്ലി ഒരു മനുഷ്യൻ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ രീതിയിൽ തന്നെയാണ് റോബോട്ടിക് സർജറി ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ മുട്ടിന്റെ തേയ്മാനത്തെ ABCD എന്ന് പറയുന്ന രീതിയിൽ തരംതിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഈ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞല്ലോ, ഇത് ചിലപ്പം ഡിസഡ്വാൻറ്റേജസ് അല്ല, മേ ബി ഐ വിൽ സേ ഇറ്റ്സ് എ ഡിസബിലിറ്റി. ഓക്കെ, ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇരിക്കാൻ പറ്റുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതേ സെയിം സാധനം ഇപ്പൊ ഈ PRP ചെയ്യുമ്പോൾ അല്ലെ ബോൺ മാരോ ചെയ്യുമ്പോൾ സാധ്യത ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ നോർമൽ മുട്ടാണ്. നമ്മൾ നോർമൽ മുട്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നോർമൽ മുട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. മറ്റേതൊരു ആർട്ടിഫിഷ്യൽ മുട്ടാണല്ലോ നമ്മൾ മാറ്റി വെക്കുന്നത്. ആ മുട്ടിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ നോർമൽ മുട്ടിന് പോകാൻ പറ്റുന്ന റേഞ്ച് ഓഫ് മൂവ്മെന്റ് പറയും, ROM എന്ന് പറയും, റേഞ്ച് ഓഫ് മൂവ്മെന്റ്. അതെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള രീതിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചമ്രം പിടിഞ്ഞിരിക്കാൻ പറ്റില്ല, ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, മുട്ടുകുത്തി പ്രയർ ചെയ്യുന്ന ആൾക്കാർക്ക് മുട്ടുകുത്തി പ്രയർ ചെയ്യാൻ പറ്റില്ല മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ റീജനറേറ്റീവ് മെഡിസിൻ അല്ലെ ഓർത്തോബയോളജിക്സിലൂടെ നമുക്കിപ്പോ പ്രാർത്ഥിക്കണം എന്നുള്ളവർക്ക്, മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളവർക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും. ഡോക്ടർ, നമ്മളിപ്പം പ്രായമുള്ളവരുടെ കാര്യമാണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതായത് ചെറുപ്രായത്തിലുള്ളവർക്കും ഇപ്പൊ മുട്ടുവേദന വരുന്നുണ്ട്. ഇപ്പം ആമവാദം പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പം ചെറുപ്രായത്തിലും വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? ഇപ്പൊ സ്പോർട്സ് ഇഞ്ചുറീസ് അതും വളരെയധികം കൂടുന്നുണ്ട്. സ്പോർട്സ് ഇഞ്ചുറീസ് സാധാരണക്കാർക്കും വരുന്നതായിട്ട് കേൾക്കാം. അതിനെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? അഞ്ച് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വാദം റിലേറ്റഡും ഒന്ന് സ്പോർട്സ് റിലേറ്റഡും. നമുക്ക് രണ്ടായിട്ട് സംസാരിക്കാൻ പറ്റും അതിനെപ്പറ്റി. ഇപ്പോൾ ഒന്നാമത്തെ നമുക്ക് വാദം റിലേറ്റഡ് ആയിട്ട് പറയാം. ഈ മുട്ട് തേയ്മാനത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ കൂടാതെ ഒരുപാട് കാരണങ്ങളുണ്ട് മുട്ട് തേയ്മാനത്തിന്. പറയാനാണെങ്കിൽ ഒരു 100-ൽ പരം കാരണങ്ങൾ പറയാം. ഒന്ന് ജനിതകപരമായ കാരണം, ജോലി. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത് ഇപ്പം നമ്മൾ ചെയ്ത ഒരു പേഷ്യൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ലിഫ്റ്റ് ഉപയോഗിക്കില്ല. 12 നില കെട്ടിടത്തിൽ 60 വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ്. സ്റ്റെയർ കേസ് കയറി ഇറങ്ങുന്നത്, വെയിറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈലില് എന്ന് വെച്ചാൽ ചിലർക്ക് ഫുൾ ടൈം ഇരിക്കുന്നതായിരിക്കും ചിലർക്കും താല്പര്യം, നടക്കാൻ ഒട്ടുമേ താല്പര്യം. ജോലികളും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ടെക്കി ഫീൽഡിലും പിന്നെ ഓഫീസ് വർക്കുകളും എല്ലാവർക്കും ഇരുന്ന് ആരുടെയും കുറ്റമല്ല. കാരണം അവർ 8 to 5 സീറ്റ് തന്നെ ഇരുന്നാലേ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആർത്രൈറ്റിസിലേക്ക് പലപ്പോഴും നയിക്കുന്നതിൻ്റെ ഒരു കാരണം. മറ്റു കാരണങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമതാണ് ഈ ആമവാദം എന്ന് പറയുന്നത്. അതിലും കൂടുതലാണ് ആക്ച്വലി യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ഒത്തിരി മെക്കാനിസത്തിൽ, പ്രത്യേകിച്ച് പ്യൂരിൻ മെറ്റബോളിസം, നമ്മുടെ ഹീമോഗ്ലോബിൻ മെറ്റബോളിസം, ഇതിലെല്ലാം വരുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ യൂറിക് ആസിഡ്. അത് സാധാരണഗതിയിൽ സോലുബിൾ അല്ല. നമുക്ക് കിഡ്നി കൂടെ എന്ത് സാധനവും നമുക്ക് യൂറിനിലൂടെ പുറത്തു വിടണമെങ്കിൽ അത് സോലുബിൾ ആവണം. അപ്പൊ സാന്തിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ് അതിന് സഹായിക്കുന്നത്. യൂറിക് ആസിഡ് സോലുബിൾ ഫോമിലാക്കാൻ വേണ്ടി. നമ്മൾ ഈ പല്ലി കഷ്ടമൊക്കെ കാണുമ്പോൾ ഒരു വൈറ്റ് ഡോട്ട് കാണുന്ന വെച്ചാൽ അത് യൂറിക് ആസിഡ് ആണ്. അത് ഒരിക്കലും സോലുബിൾ ഫോമിലല്ല. നമ്മുടെ വയറ്റിലും അതേപോലെ നമ്മുടെ ശരീരത്തും അതേപോലെ തന്നെ അത് ഫോം ചെയ്തിട്ട് നമ്മൾ അതിനെ സോലുബിൾ ഫോമിലാക്കി യൂറിനിലൂടെ വിടുകയാണ് ചെയ്യുക. ജനിതകപരമായ പല കാരണങ്ങൾ കൊണ്ടും ഈ സാന്തിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ റെഡ് മീറ്റ് യൂസേഴ്സ്, അതായത് ഇപ്പോൾ ഒരുപാട് റെഡ് മീറ്റ് യൂസേഴ്സ് കൂടുതലാണ്. ബീഫ് പോലുള്ള മട്ടൺ. രണ്ടാമത് ഒരു കാര്യമുണ്ട്, ആൽക്കഹോളോടാണ്. അപ്പം അതും കേരളം ഒട്ടും പുറകിലല്ല. അപ്പം ആൽക്കഹോള്, റെഡ് മീറ്റ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുടെ യൂസ് കൂടുമ്പോൾ യൂറിക് ആസിഡിന്റെ ലെവലും ഭയങ്കര കൂടും. കാരണം ഇതിന്റെ എല്ലാം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് യൂറിക് ആസിഡ് ഭയങ്കര കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഓൾറെഡി ബോഡി കോംപ്രമൈസ്ഡ് ആയിരിക്കും. കാരണം ആവശ്യത്തിന് സ്വതവേ ഉണ്ടാവുന്ന യൂറിക് ആസിഡിനെ അലിച്ചെല്ലാനുള്ള സാന്തിൻ ഓക്സിഡേസ് ജന്മന ഇല്ല. അതിന്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി ഓവർലോഡ് കൊടുക്കുകയാണ്. ആൽക്കഹോള്, റെഡ് മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ യൂറിക് ആസിഡ് ഓവർലോഡ് കൊടുക്കുമ്പോൾ യൂറിക് ആസിഡും മൂത്രത്തിൽ കൂടെ അലിഞ്ഞു പോകുന്നതിന് പകരം നമ്മുടെ ജോയിൻസിൽ പോയി അടി. അപ്പൊ ഇത് മണൽത്തരികൾ പോലെയാണ്.
അത് വരിക. അതായത് സൂചി, നമ്മളിത് മൈക്രോസ്കോപ്പിൽ കണ്ടിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. ഇപ്പോഴും അതിന്റെ CPPD ക്രിസ്റ്റൽ സ്റ്റഡി എന്ന് പറഞ്ഞ സ്റ്റഡി ഉണ്ട്. നമുക്ക് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് നോക്കിയാൽ തരി പോലെ കാണാം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതുപോലെ സോഫ്റ്റ് ആയ ഒരു മുട്ടിനുള്ളിൽ തരി പോലെ ഒരു സാധനം കിടന്നിട്ട് നമ്മൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? തേഞ്ഞ് തീർന്നു. അപ്പൊ അതായത് ഇപ്പൊ ഒരു ടയർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡിൽ കൂടെ പോകുന്നതും റഫ് ആയിട്ടുള്ള ഒരു സർഫസിൽ കൂടെ പോകുന്ന പോലെ ആയിരിക്കും യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ. അപ്പം നമ്മളിത് ചിലപ്പോൾ അറിയില്ല. പലപ്പോഴും സംഭവിക്കുന്നത് യൂറിക് ആസിഡ് 6 മാസം മരുന്ന് കഴിക്കും, വേദന വരും, 6 മാസം മരുന്ന് കഴിക്കും, ചെക്ക് ചെയ്യുമ്പോൾ 3 നിർത്തും. പക്ഷെ യൂറിക് ആസിഡ് എപ്പോഴാണ് ശരീരത്തിൽ കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വെയിൽ കൊണ്ട പോലും യൂറിക് ആസിഡ് കൂടും. കാരണം കൂടുതൽ ഡിസ്ട്രക്ഷൻസും കാറ്റബോളിക് സ്റ്റേറ്റും ഒക്കെ വരാം, പിന്നെ എക്സർട്ട് ചെയ്താൽ വരാം. അപ്പൊ ആ സമയത്തൊക്കെ ഇതിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് സ്ഥിരമായി മരുന്ന് കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ആ യൂറിക് ആസിഡ് കൂടി എന്നാൽ ഇപ്പം യൂറിക് ആസിഡുള്ള സാധനം കഴിക്കാം, അങ്ങനെ പറ്റില്ല, നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്ലഡിൽ ഈ യൂറിക് ആസിഡ് അലിഞ്ഞു പോകാനുള്ള മരുന്ന് നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ളതാണ് ചികിത്സ. ഞാൻ ഏകദേശം ഒരു 430ഓളം മുട്ട് മാറ്റി വെച്ചാൽ ഒരു 200 പേരോളം ആൾക്കാരും ഈ യൂറിക് ആസിഡ് കാരണമാണ് പലർക്കും മാറ്റിവെക്കേണ്ടി വന്നത്. എസ്പെഷ്യലി 40 വയസ്സിലുള്ള മുട്ട് മാറ്റിവെക്കുക. കാരണം നമ്മൾ ഈ മുട്ട് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും വെള്ള കളർ ചോക്കില്ലേ, ചോക്കുകൂടി പോലെ മുട്ടിനുള്ളിൽ ഈ സാധനം ഇരിക്കണം. കാരണം എന്താ പറ്റുകയെന്ന് വെച്ചാൽ പലപ്പോഴും ആൾക്കാർ ഡോക്ടറെ കാണും, യൂറിക് ആസിഡിന് മരുന്ന് കഴിക്കും, 1 മാസം കഴിഞ്ഞ് പോയി ചെക്ക് ചെയ്യും, 3 നിർത്തും. പക്ഷെ അങ്ങനെ അത് ഈ ഷുഗർ ആണെന്ന് വിചാരിച്ചിട്ട് ഷുഗർ പോലെ തന്നെ ചിന്തിക്കുന്നുകൊണ്ടാണ്. ഇതൊരു ജനിതകപരമായ പ്രശ്നമാണ്. ഒരിക്കലും ഇത് കൂടിയാൽ ഇത് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു 3-10 ആയാലും 10-3 വരാം യൂറിക് ആസിഡ്. പിന്നെ കാണിക്കുന്ന ഒരു മണ്ടത്തരാണ് ഈ യൂറിക് ആസിഡ് സിംറ്റം വന്നാൽ ഉടനെ തന്നെ ചാടിപ്പോയി യൂറിക് ആസിഡ് മരുന്ന് കഴിക്കും. അതിന്റെ പ്രശ്നം എന്താ? അത് ഞാൻ പറഞ്ഞല്ലേ, 10-ന് 3 ആയാലും 3-ന് 10 വരും. ഈ 10-ലിരിക്കുമ്പോൾ പലപ്പോഴും യൂറിക് ആസിഡിന്റെ മരുന്ന് കഴിച്ച് 3 വേദന ഡബിൾ ആയിട്ടായിരിക്കും വരുന്നത്. 3-ന്നുള്ളത് 10 വരും. അപ്പൊ നമ്മള് മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേദന വരികയാണെങ്കിൽ ആദ്യം നീർക്കെട്ട് മാറിയതിന് ശേഷം മാത്രം യൂറിക് ആസിഡ് മരുന്ന് ലൈഫ് ലോങ് കഴിക്കുക. അത് ലൈഫ് ലോങ് കഴിക്കുക എന്നുള്ളത് അല്ലാണ്ട് വേറെ റീസൺ അല്ല. കാരണം ഇതൊരു ജനിതകപരമായ കാരണമാണ്. അത് മാറ്റണേ അച്ഛനും അമ്മയും മാറ്റേണ്ടി വരും. അതെന്തായാലും നടക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ തലമുടി മുതൽ കാലിന്റെ പാദം വരെയുള്ള എല്ലാ സെല്ലുകളിലും ഈ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഇതിന്റെ എല്ലാം ജീനുകൾ വളരെ അടുത്തടുത്താണ്. അതിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ് യൂറിക് ആസിഡ്. അപ്പൊ ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഉള്ളവരെല്ലാം എപ്പോഴും ഒരു യൂറിക് ആസിഡ് സർവൈലൻസിൽ ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്ങനെ അറിയാം യൂറിക് ആസിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? നമുക്ക് ആദ്യം ഇപ്പം അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് മെറ്റാടാർസൽ ജോയിന്റ്. നമ്മൾ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ കാലിന്റെ പത്തിയിലെ ആദ്യത്തെ വിരലിന്റെ ആദ്യത്തെ ജോയിന്റ്, അതിന് മുഴ പോലെ വരും. അതിന് ഗൗട്ട് എന്നാ പറയാ. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഗൗട്ട്. പിന്നെ ജോയിന്റുകളിൽ ഇതുപോലെ മുഴകൾ വരിക, ജോയിന്റുകൾക്ക് വേദന വരിക, ഇതൊക്കെയാണ് കൂടുതലും. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിലും മദ്യപിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഈ സിംറ്റംസ് വരിക. പിന്നെ അല്ലെങ്കിൽ റെഡ് മീറ്റ് ഒരുപാട്, ഈ ബീഫ് ലവേഴ്സ് ഒരുപാട് ഉണ്ടായാൽ ബീഫ് കഴിച്ച് തൊട്ടടുത്ത ദിവസം ജോയിന്റിന് എല്ലാം നേർക്കെട്ട് വരിക. ഇതൊക്കെയാണ്. പെയിൻ ഉണ്ടാവോ? നല്ല പെയിൻ, അസഹ്യ പെയിൻ. ഇന്നും ഉണ്ടായിരുന്നു ഒരു പുള്ളി. ഇന്നലെ ഒരു ബിയറിന്റെ പാർട്ടിക്ക് പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായല്ലോ, രാവിലെ എഴുന്നേറ്റപ്പം കാലിന്റെ തള്ളവരലിന്റെ താഴെ ഭാഗത്തായിട്ട് വലിയൊരു മുഴ. ഇതാണ് യൂറിക് ആസിഡിന്റെ ടിപ്പിക്കലി. എന്നുവെച്ചാൽ അല്ലാതെയും വരാം, മുട്ടുവേദനകളായിട്ടും ജോയിന്റ് വേദനകളായിട്ടും സന്ധിവേദനകളായിട്ടും ഒക്കെ വരാം. എങ്കിലും മോസ്റ്റ് കോമൺലി കണ്ടുവരുന്നത് അക്യൂട്ട് ഗൗട്ട്, ഫസ്റ്റ് മെറ്റാടാർസൽ ജോയിന്റ്, അതായത് നമ്മുടെ കാലിന്റെ തള്ളവിരലിന്റെ താഴെയുള്ള ഭാഗത്ത് മുഴ പോലാണ് വരുന്നത്. ചെറുപ്പക്കാരിലെ മുട്ടുവേദന കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റേജ് 1, സ്റ്റേജ് 2 ആയിരിക്കും. കാരണം മിക്കവാറും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കാരണം തന്നെയാണ് 90% ആൾക്കാരും വരുന്നത്. ആർത്രൈറ്റിസ് വളരെ കുറച്ചേ ഉള്ളൂ. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ 1000 എക്സാക്ട് നമ്പർ ഐ ഡോണ്ട് റിമെമ്പർ നൗ, വളരെ കുറച്ച് പേരിൽ മാത്രം കാണുന്നതാണ് ആമവാദം എന്ന് പറയുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് ഓർത്തോപീഡിക് കണ്ടീഷനെക്കാട്ടിലും ഉപരി മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നമുക്കെതിരെ തന്നെ വർക്ക് ചെയ്യണം. അതിലൊരു ഘടകം മാത്രമാണ് ജോയിന്റുകൾ. അതായത് രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ജോയിന്റിനുള്ളിൽ സൈനോവിയൽ മെമ്പറൈൻ എന്ന് പറയും. അപ്പൊ ഈ സൈനോവിയൽ മെമ്പറൈൻ ആണ് മുട്ടിനുള്ളിലേക്ക് ഫ്ലൂയിഡ് കൊടുക്കുന്നത്. എല്ലാ ജോയിന്റുകളിലും ഫ്ലൂയിഡ് കൊടുക്കുന്നത് സൈനോവിയൽ മെമ്പറൈൻ ആണ്. അപ്പൊ ഈ സൈനോവിയൽ മെമ്പറൈനെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജോയിന്റുകളെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ തന്നെ
പടയാളികൾ നമ്മുടെ രാജ്യത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ ആമവാദം അഥവാ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയാം. ഇതിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒത്തിരി വേറെ അസുഖങ്ങളുണ്ട്. ALA, ANA, SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസ്. ജനറ്റിക്സിൽ കൂടുതലും ഇത് വളരെ ജനറ്റിക്കലി ആണ് കൂടുതലും വരുന്നത്. അല്ലാതെയും വരാം. കാരണം ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെന്ന് ഇല്ലെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് വന്നുകൂടായില്ല. കാരണം ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിന്റെ ജീൻസും നമ്മളിൽ വരും. കാരണം ഇത് ഓട്ടോസോമൽ റെസസീവ് ആണ്, ഓട്ടോസോമൽ ഡോമിനന്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അത് പെർട്ടിക്കുലർ കോമ്പിനേഷൻ വരുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഇത് എക്സ്പ്രസ് ആവുള്ളൂ. ഇതില് ഈ SLE പോലുള്ള പ്രശ്നങ്ങളിൽ ഈവൻ അബോർഷൻ വരെ വളരെ കോമൺ ആയി ഉണ്ടാവും. കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന പ്രശ്നങ്ങളും ആമവാദം ഉള്ളതല്ല. ആമവാദം പോലെ തന്നെ ആമവാദം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ അണ്ടറിൽ വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നമുക്കെതിരെ തന്നെ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ്. അപ്പൊ അതിനടിയിൽ ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട്. അതിൽ ഓർത്തോ കണ്ടീഷനാണ് ആമവാദം. എല്ലാത്തിനും ഓർത്തോപീഡിക് മാനിഫെസ്റ്റേഷൻ ഉണ്ട്. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസ് ആണെങ്കിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും ALA ആണെങ്കിലും ഇതിനെല്ലാം കാരണം ഇത് ശരീരത്തെ എല്ലാത്തിനെയും ബാധിക്കും. കാരണം രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിനെതിരെ ആക്ട് ചെയ്യാണ്. ശരിക്കും ഇത് ബാക്ടീരിയ വൈറസോ വരുമ്പം ആക്ട് ചെയ്യേണ്ട സാധനം നമ്മുടെ ശരീരത്തിനെതിരെ ആക്ട് ചെയ്യാണ്. അപ്പൊ അതിലെ ഒരു കമ്പോണന്റ് മാത്രമാണ് ഓർത്തോപീഡിക്സ്. ഇപ്പൊ ഈ മിക്കവാറും ഈ ആമവാദമൊക്കെ വരുന്നവർക്ക് കൂടുതലും പ്രശ്നങ്ങൾ ലങ്സില്, ലിവറില്, ഹാർട്ടില് എല്ലാം വരും. അതിന്റെ കൂട്ടത്തിൽ ജോയിന്റിലും വരും. നമുക്ക് യങ് ആയിട്ടുള്ള ഇപ്പൊ ടെക്കീസ് ഉണ്ട്, പിന്നെ അല്ലാതെ സ്പോർട്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവർക്ക് എങ്ങനെ ഈ മുട്ടുവേദനയിൽ നിന്ന് എങ്ങനെ ഇവരെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം? മുട്ട് തേയ്മാനം എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അപ്പൊ നമുക്ക് ഇതിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മുട്ടിന് ചുറ്റും നമ്മൾ ശരിക്കും 4 കാലിൽ നടക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ നമ്മുടെ മുട്ടിൽ കൂടുതൽ ഫോഴ്സ് വരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ 4 കാലിൽ നടന്ന ജീവി നമ്മൾ എവല്യൂഷന്റെ ഭാഗമായിട്ട് 2 കാലിൽ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ 2 കാലിൽ നടക്കുമ്പോൾ ആ മുട്ടിന് നമുക്ക് കൈക്കും കൂടെ കൊടുക്കേണ്ട ഭാരം മുട്ടിനാണ് വരുന്നത്. അതായത് ഒരു കാലിന് നമ്മുടെ ബോഡിയുടെ 1/6 വെയിറ്റ് വരുമെന്നാണ്. അതായത് 60 കിലോ ഒരാളുടെ 1/6 വെയിറ്റ് ഒരു കാലിൽ വരുമെന്നാണ്. അപ്പം അത് മുട്ടിലേക്ക് മാത്രം എത്താതെ അതിന് ചുറ്റുമുള്ള പേശികളിലേക്കും മസിലിലേക്കും കൂടി സ്പ്രെഡ് ആയിട്ട് വിടുകയാണെങ്കിൽ മുട്ടിലുള്ള ലോഡ് കുറയും. അപ്പൊ അതെങ്ങനെ കുറയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടിന് ചുറ്റുമുള്ള മസിലുകളുടെ സ്ട്രെങ്ത് കൂട്ടുക. ഇപ്പൊ നമ്മൾ ഇരുന്ന് ചെയ്യുന്ന എക്സസൈസിൽ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നോക്കിയറിയാം, പലർക്കും ഇവിടെ ഒരു കുഴിയാണ്. ഇത് വാസ്റ്റസ് മീഡിയലിസ് ഒബ്ലീക്ക് എന്ന് പറഞ്ഞ മസിൽ. അപ്പൊ അതാണ് പലപ്പോഴും നമ്മൾ ചിരട്ടേനെ നേരെ നിർത്തുന്നത്. അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്ത് ഈ മസിൽ സ്ട്രെങ്ത് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ മസിൽ ഇതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കി നിർത്തും. അപ്പൊ നമ്മൾ വെയിറ്റ് ബെയർ ചെയ്യുന്ന സമയത്തും നടക്കുന്ന സമയത്തും ഒക്കെ ലോഡ് മുട്ടിലേക്ക് പോവാതെ സ്പ്രെഡ് ആയി പോകും. ഇപ്പൊ നമ്മള് ഒരു കസേരയ്ക്ക് 4 കാലുള്ള പോലെ ഒറ്റ കാലുള്ള കസേരയിൽ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ കാലിൽ സ്ട്രെയിൻ വെയിറ്റ് കൂടുതലായി. അപ്പൊ നമ്മൾ 4 സ്ഥലത്തേക്കാണ് സ്പ്രെഡ് ചെയ്ത് വിട്ടാൽ ഈ 4ലേക്കുള്ള സ്ട്രെയിൻ കുറയും. അതേപോലെ നമ്മൾ ചുറ്റുമുള്ള മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാം. അത് നമ്മൾ പ്രോപ്പർ ഫിസിയോതെറാപ്പിയാണ് അതിന് ഞാൻ അഡ്വൈസ് ചെയ്യാം. പലപ്പോഴും നമ്മൾ ട്രെയിനേഴ്സ് മോശമാണെന്നല്ല, പലരും ട്രെയിൻഡ് അല്ലാത്ത ആൾക്കാർ ഒരു തെറ്റായുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, അതിന് മുന്നേ ഓർത്തോ ഡോക്ടറെ കാണുക എന്നുള്ളത് മെയിനാണ്. കാരണം ഓർത്തോ ഡോക്ടറാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് വിടേണ്ടത്. സൈക്യാട്രിസ്റ്റിന്റെ അടുത്തു നിന്നാണ് സൈക്കോളജിസ്റ്റിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഓർത്തോപീഡീഷ്യന്റെ അടുത്തു നിന്നാണ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് ആദ്യം സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യുക. ഏർലി സ്റ്റേജ് ആണോ, സ്റ്റേജ് എത്തിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ മുട്ടുവേദന വന്നത് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഈ എക്സസൈസിലേക്ക് കിടക്കാം. അത് ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ വേദന വരുന്ന സമയത്ത് ഇപ്പൊ ടെക്കീസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ കൂടുതലും ഇവർ ഈ നൈറ്റ് ജിമ്മിലൊക്കെ പോകുന്നവരായിരിക്കും. അപ്പൊ ഈ കൂടുതലും ജിമ്മിലായിരിക്കുമല്ലോ നമ്മൾ ആശ്രയിക്കും. ഇപ്പം ഒരു വേദന അല്ലെങ്കിൽ ഇപ്പം കുറെ നേരം ഇരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ പ്രശ്നം. അപ്പൊ ആ ഇരിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് അറിയണം എന്നുണ്ടോ? ആശ്രയിക്കാനുള്ളത് ആശുപത്രിയാണ്. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ആശുപത്രി പോയി ഡോക്ടറെ കാണാന്നുള്ളതാണ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ജിമ്മ് തുടരാം. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മ് അവിടെ അവസാനിപ്പിക്കാം. അത് വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ എക്സസൈസ് ചെയ്യാം, സ്പോട്ടിൽ നിർത്താം. അത് ഇനി നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് എക്സ്റേയോ മറ്റു ടെസ്റ്റുകളോ ചെയ്തിട്ട് എന്ത് കാരണം കൊണ്ടാണ് വേദന വന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം അതിനൊരു റെക്ടിഫിക്കേഷൻ ഡോക്ടർ തന്നതിന് ശേഷം മാത്രം നിങ്ങൾ പിന്നെ ജിമ്മിലോ വർക്കൗട്ടോ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരു ഇഞ്ചുറി വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡാമേജ് വരുത്തുള്ളൂ.